ഗണപതിക്ക് എത്ര പ്രദക്ഷിണ? ഇവിടെ ദൈവമേ, സെക്രട്ടറി വെറുതെ പറഞ്ഞാണല്ലേ ഇവര് ഭയങ്കര അറിവുള്ളവരാണെന്ന്. എന്നാ പോട്ടെ, ശിവൻ എത്ര പ്രദക്ഷിണ? കാക്കക്കുട്ടി കല്ലിട്ട പോലെ വ്യക്തമായി. ഇതെല്ലാം പോട്ടെ, സുബ്രഹ്മണ്യൻ എത്ര പ്രദക്ഷിണ? വിരലെണ്ണാവുന്ന എല്ലാ സംഖ്യയും പറഞ്ഞു. 1, 2, 3, 4. എന്നിട്ട് പറയും ഹിന്ദു എന്നാണ് പേര്, ഞാൻ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോണതാണ്, പക്ഷെ എനിക്ക് ഉറപ്പൊന്നുമില്ല എത്ര പ്രദക്ഷിണം ചെയ്യാന്ന്. എല്ലാവരുടെ മുഖത്ത് നിറഞ്ഞ ചിരിയുണ്ട്. പിന്നെ ഞാൻ ചില ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ആദ്യം അവിടുത്തെ ദോഷം ന്യൂനതകളെ കണ്ടിട്ട് അത് ചൂണ്ടി പറഞ്ഞിട്ടാണ് നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കാൻ തുടങ്ങുക. ഇവിടെ എനിക്ക് ന്യൂനതകൾ ഉണ്ടായില്ല. സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ മയിൽ വിളക്ക് വെച്ചിട്ടായിരിക്കും ഭദ്രദീപം കത്തിക്കുക. അപ്പൊ ഞാനതപ്പം തന്നെ അണപ്പിക്കും. കാരണം ഹിന്ദുവിന് മയിൽ വിളക്കിന്റെ ആവശ്യമില്ല, ഹിന്ദുവിന് നാരായമുള്ള വിളക്കാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പൊ തന്നെ അത് അവിടെ നിന്ന് മാറ്റിക്കും. കാരണം ജാതിയും മതമൊന്നും പറയല്ല. ഈ മയിൽ വിളക്ക് എന്ന് നമ്മളുടെ നിയമാനുസൃതമുള്ള നിലത്തിരുന്ന് വിളങ്ങുന്ന നിലവിളക്കിന്റെ നാരായം കട്ട് ചെയ്ത് അതിന്റെ മേളിൽ മയിലിനെ വെച്ചോ, പലരും അതിന്റെ മേളിൽ ചന്ദ്രക്കലയും കുരിശൊക്കെ വെച്ച് തുടങ്ങി. അല്ലെ, നമ്മുടെ പേറ്റന്റ് നമ്മൾ എടുക്കാത്തതിന്റെ ഒരു ദോഷമാണ്. ഹിന്ദു എന്ന ധർമ്മത്തെ നമ്മൾ മറക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഞാൻ സാധാരണ കുറ്റം പറഞ്ഞിട്ടാണ് തുടങ്ങാറ്. ഇവിടെ നവാഹവേദിയിൽ വലിയ കുറ്റം പറയാനൊന്നും ഇല്ല. പിന്നെ അലങ്കാരം കഴിവതും പുഷ്പങ്ങളെ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഇപ്പൊ എളുപ്പ വഴിയിൽ പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. പ്ലാസ്റ്റിക് ക്ഷേത്രത്തിൽ എന്ത് ചൈതന്യം തരുന്നു എന്നൊന്നും അറിയില്ല. പക്ഷെ സാധാരണ ഇപ്പൊ ക്ഷേത്രങ്ങളിൽ കാണുന്നത് കൂടുതലും പ്ലാസ്റ്റിക് കൊണ്ട് അലങ്കരിക്കുന്നതാണ്. ഇവിടെ എന്തായാലും തെങ്ങിന്റെ കുരുത്തോലയും അല്ലായെങ്കിൽ പുഷ്പങ്ങളൊക്കെ കൊണ്ട് അലങ്കരിച്ചതായിട്ട് കാണുന്നു. അതൊക്കെ സന്തോഷം നൽകുന്നു. വളരെ ഉത്തമമായൊരു വേദി സന്തോഷം നൽകുന്നു. പിന്നെ മുട്ടക്കുളത്തമ്മ പുനരുദ്ധാരണത്തിന്റെ പാതയിലാണല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ദേവിയെ പുനരുദ്ധരിക്കുക എന്നുള്ളത്. പക്ഷെ അതിലൊരു തെറ്റ് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ബാലാലയം തെറ്റാണ്, സ്ഥാനം തെറ്റിപ്പോയി. മൂലാലയ അദക്ഷിണ ഭാഗ സംസ്ഥം ബാലഗ്രഹം എന്നാണ്. മൂലാലയത്തിന്റെ അദക്ഷിണമാവാതെ ഈശാനത്തിൽ പടിഞ്ഞോട്ട് അഭിമുഖമായി ബാലാലയം പണിതാലേ ഉള്ളൂ പറയുന്ന സമയത്ത് ക്ഷേത്രപ്പണി തീർക്കാൻ പറ്റുള്ളൂ. അത് ക്ഷേത്ര നിയമമാണ്. അവിശ്വാസികൾക്ക് എന്തും പറയാം, പൈസ ഉണ്ട് തീരുമെന്ന് പറയാം, ഇല്ലെങ്കിൽ അവിടെ പലതും നടക്കുമെന്ന് പറയാം. പക്ഷെ സ്ഥാനം തെറ്റാൻ പാടില്ല ക്ഷേത്രങ്ങളിൽ. ക്ഷേത്രം എന്താണ്? ഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥാപിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ അല്ലേ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ 1% പോലും സ്ഥാനം തെറ്റിക്കൂടാ. അപ്പൊ സ്ഥാനത്തിന് എപ്പോ തെറ്റു വരുന്നോ അപ്പൊ നമ്മളെ കഷ്ടപ്പെടുത്തിയിട്ട് ആ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ പറ്റുള്ളൂ, അല്ലേ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാരണം ഞാനും ഇച്ചിരി അസുഖമൊക്കെ ആയിട്ട് വന്നുകൊണ്ട് ശബ്ദം കുറവാണ്. ഇവിടെ എല്ലാവരെയും കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തിന്റെ പാതയിലാണ്. എല്ലാവരും നല്ല അരച്ച ചന്ദനമൊക്കെ നെറ്റിയിൽ തൊട്ട് നല്ല സിന്ദൂരമൊക്കെ തൊട്ടിട്ടാണ് ഇരിക്കണത്, അല്ലെ? സ്റ്റിക്കർ തൊട്ടുകൊണ്ട് ആരും ക്ഷേത്രത്തിൽ നവാഹത്തിന് വന്നിട്ടില്ല. അത് തന്നെയാണ് സന്തോഷമുള്ള കാര്യം. അത് എന്നോട് പ്രത്യേകം സെക്രട്ടറി പറഞ്ഞു, ഞങ്ങളുടെ സ്ത്രീജനങ്ങളും ഞങ്ങളുടെ ഭക്തജനങ്ങളും ഒക്കെ നല്ല അറിവുള്ളവരാണ്. അവരോട് ഒരു ചോദ്യം ചോദിച്ച 10 ആൻസർ വരുന്നവരാണ്. അതുകൊണ്ട് വിനീത് ഭട്ജി വളരെ ശ്രദ്ധിച്ചു വേണം മുട്ടക്കുളത്ത് അമ്മയുടെ ഭക്തരോട് സംസാരിക്കാൻ. എല്ലാ അറിവിന്റെ നിറകുടങ്ങളാണെന്ന് പറഞ്ഞാണ് എന്നെ സെക്രട്ടറിയും കമ്മിറ്റിക്കാരൊക്കെ വേദി കയറ്റിയത്. അങ്ങനെ പേടിച്ചിട്ടാണ് ഞാൻ ശരിക്കും വന്നത്. സത്യമാണല്ലേ അത്? അല്ലേ? അറിവിന്റെ നിറകുടങ്ങളല്ലേ? ആണ്. അങ്ങനെ ആവണം. ഹിന്ദുവിന് അറിവില്ല എങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ തലമുറകളെ പഠിപ്പിക്കും, അല്ലേ? നമുക്ക് മുട്ടക്കുളത്തമ്മയുടെ മുന്നിൽ പോയിട്ട് എത്ര പ്രദക്ഷിണം ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല എങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും? ഇവിടെ ഏത് ഭഗവതിയാണ് ഇരിക്കുക? ഏത് ഭഗവതിയാണോന്ന് പറഞ്ഞേ. ഭദ്രകാളി ഉറപ്പാണോ? സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ഭഗവതിക്ക് എത്ര പ്രദക്ഷിണം ചെയ്യാം? വിരലെണ്ണാവുന്ന എല്ലാ സംഖ്യയും പറഞ്ഞു. 1, 2, 3, 4. എന്നിട്ട് പറയും ഹിന്ദു എന്നാണ് പേര്, ഞാൻ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോണതാണ്, പക്ഷെ എനിക്ക് ഉറപ്പൊന്നുമില്ല എത്ര പ്രദക്ഷിണം ചെയ്യാന്ന്. എത്ര പ്രദക്ഷിണം ചെയ്യാം ഭഗവതിക്ക്? കേട്ടില്ല. ഉറപ്പിക്ക്. എന്തെങ്കിലും ലേലം ഉറപ്പിക്കുമ്പോൾ ഉറപ്പിക്ക്. 3. 3 പൊതുവായിട്ട് വെക്കുന്നതല്ലേ. ഭഗവതിക്ക് 6 പ്രദക്ഷിണം. അപ്പൊ ഒരു സംശയം ഉണ്ടാവും, സുബ്രഹ്മണ്യനല്ലേ 6? സുബ്രഹ്മണ്യൻ 6 പ്രമാണം പറഞ്ഞിട്ടില്ല. ഭഗവതിക്ക് എത്ര പ്രദക്ഷിണ?
6 പ്രദക്ഷിണ. അത് മുട്ടക്കുളത്ത് പ്രഭാഷണം കേൾക്കാൻ വന്നാൽ മാത്രമേ ഇനി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഗണപതിക്ക് എത്രയാ? പ്രദക്ഷിണത്തിൽ തന്നെ തുടങ്ങാം. ഗണപതിക്ക് എത്രയാ? കണക്ക് കൂട്ടിയ പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് കുറെ ചോദ്യം ചോദിച്ചിട്ട് ആൻസർ പറയും പോലെയാണ്. ഗണപതിക്ക് എത്ര പ്രദക്ഷിണ? ഇവിടെ ദൈവമേ, സെക്രട്ടറി വെറുതെ പറഞ്ഞാണല്ലേ ഇവര് ഭയങ്കര അറിവുള്ളവരാണെന്ന്. എന്നാ പോട്ടെ, ശിവൻ എത്ര പ്രദക്ഷിണ? കാക്കക്കുട്ടി കല്ലിട്ട പോലെ വ്യക്തമായി. ഇതെല്ലാം പോട്ടെ, സുബ്രഹ്മണ്യൻ എത്ര പ്രദക്ഷിണ? അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു തരുന്നതാണ് നല്ലത്, കുറച്ച് വൃത്തിയായിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. കുംഭി വക്ത്രോ, കുംഭി ഗണപതി, വക്ത്രൻ ഗണപതിക്ക് 1. നമ്മുടെ കുണ്ടലിനി ശക്തിയാണ് ഗണപതി എന്ന് വിളിക്കുക. മൂലാധാരത്തിൽ നിന്ന് ഉത്ഭവിച്ച് കൊടിയേറ്റ് കണ്ടിട്ടുണ്ടോ ക്ഷേത്രത്തില്? കൊടിയേറ്റ് എന്ന് കണ്ടിട്ടുണ്ടോ? തൃക്കൊടിയേറ്റ്. അത് ഗണപതിയാണ്, കുണ്ടലിനി ശക്തിയാണ്. അപ്പൊ ഗണപതിക്ക് 1, സൂര്യന് 2 അല്ലെ? കുംഭി വക്ത്രോ രവോ, രവോ എന്ന് വെച്ചാൽ സൂര്യനാ. സൂര്യന് 2, കുംഭി വക്ത്രോ രവോ ഗംഗാധരോ. ഗംഗാധരൻ ആരാ? ശിവൻ. ശിവന് 3. വിഷ്ണുച്ച ശാസ്തരി, വിഷ്ണുവിനും ശാസ്താവിനും 4. ഷൺമുഖോ, ഷൺമുഖൻ എത്രയാ? 5. നിങ്ങൾക്ക് തെറ്റിപ്പോണ അവിടെ 6 മുഖമുള്ളതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി 6 പ്രദക്ഷിണം ചെയ്യും. ഷൺമുഖോ 5. സുംബസൂദിനി, സുംബസൂദിനി ആരാ? ഭഗവതി. ഭഗവതിക്ക് 6. വൃക്ഷരാജേ പിയം വിധി, ഇവിടെ ഒരു വൃക്ഷം ഉണ്ടല്ലോ, എന്താണ്? ആൽവൃക്ഷം, അതിനെത്രയാ? 7. ഇങ്ങനെയാ പ്രദക്ഷിണ നിയമം. ഇതിനെ തെറ്റിച്ചാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ചോദ്യം ചെയ്യണം. ഹിന്ദു എപ്പോഴും സംശയമുണ്ടെങ്കിൽ ചോദ്യം ചെയ്ത് ആ സംശയം നിവർത്തി വരുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. നവരാത്രി എത്ര ദിവസാ? അതെന്തായാലും അറിയാം. സപ്താഹം 7 ദിവസം, അതറിയാം അല്ലേ? അപ്പൊ ഇനി പറയൂ, ഭഗവതിക്ക് എത്ര പ്രദക്ഷിണം ചെയ്യാം? 6 ഉറപ്പാണല്ലോ, ഇനി മാറ്റില്ലല്ലോ. പക്ഷെ പൊതുവായിട്ട് ഏത് ക്ഷേത്രത്തിലും നമുക്ക് 3 പ്രദക്ഷിണം ചെയ്യാം കേട്ടോ. പക്ഷെ ഭഗവതിക്ക് 6, അരയാലിന് 7, സുബ്രഹ്മണ്യന് 5, വിഷ്ണുവിനും ശാസ്താവിനും 4. ഇതൊക്കെ പ്രമാണമുണ്ട്. ഈ പ്രമാണത്തെ, സംസ്കൃതത്തെ വിവർത്തനം ചെയ്യുമ്പോൾ പലരും തെറ്റിച്ച് പറയുന്നത് കൊണ്ടാണ് ഈ പ്രമാണമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക കേട്ടോ. പിന്നെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ സ്റ്റിക്കർ പൊട്ടിട്ടതല്ലേ പോവുക. ഐശ്വര്യ പൂജയൊക്കെ പോകുമ്പോൾ ആ സാരിക്ക് മാച്ചാവുന്ന രീതി ഏറ്റവും വലിയ വട്ടപ്പൊട്ട്, എനിക്ക് ഈ ആജ്ഞാചക്രത്തിലൂടെ ഒരിക്കലും ഭഗവതിയുടെ ചൈതന്യം വേണ്ട എന്ന് പറഞ്ഞ ഏറ്റവും വലിയ സ്റ്റിക്കർ പൊട്ട് തൊട്ടിട്ടല്ലേ പോവുള്ളൂ അല്ലേ? ഇവിടെ ഇപ്പൊ സ്റ്റിക്കർ പൊട്ടവർ തൊട്ടിട്ടുള്ളവർ ധാരാളം. ക്ഷേത്രത്തിൽ പോകുമ്പോഴെങ്കിലും ആ സ്റ്റിക്കർ പൊട്ട് ഒഴിവാക്കിയിട്ട് പോവുക. കാരണം എന്താണ്? സ്ത്രീകൾക്ക് ആജ്ഞാചക്രം എന്ന് പറയുന്ന ഈ ഭാഗത്തുകൂടെ ചൈതന്യം അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരിക.